ഈ പ്രതിപക്ഷത്തെ ഒരു പ്രവർത്തനം അത് പലപ്പോഴും കൊറോണ സമയത്തായിരുന്നു. പ്രത്യേകിച്ച് പ്രക്ഷോഭങ്ങളോ ഒന്നും സംഘടിപ്പിക്കാതെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ഈ മത്സ്യബന്ധനത്തിൻ്റെ ആ അഴിമതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? അതിനൊരു ടീം തന്നെ ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം സമരങ്ങൾ മാത്രമല്ല. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചുമതല സർക്കാരിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതാണ്. ഒരു കറക്റ്റീവ് ഫോഴ്സായി നിൽക്കുക. അതാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ധാരാളം സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും എൻ്റെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പിൽ 2004 കഴിഞ്ഞ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്നീട് നല്ല 14 സീറ്റ് കിട്ടി, പിന്നെ 19 സീറ്റ് കിട്ടി. അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് ഞാൻ ഉമ്മൻചാണ്ടി ഇരുന്ന കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 9-10 ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല വിജയം നേടിയിട്ടുണ്ട്. അപ്പം പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എപ്പോഴും സമരം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളുണ്ട്. അതാണ് സ്പ്രിംഗറിൻ്റെ കാര്യത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനം, സ്പ്രിംഗർ, അതോടൊപ്പം തന്നെ പമ്പ മണൽക്കടത്ത്, ബബ്കോ, ഇങ്ങനെയുള്ള ബ്രൂവറി ഡിസ്റ്ററി അഴിമതി കേസ്. അപ്പോൾ സർക്കാർ ചെയ്യുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും സർക്കാരിനെ കൊണ്ട് അത് തിരിച്ച് ടേൺ അടിപ്പിക്കാനും കഴിഞ്ഞ ഒരു കാലഘട്ടമാണത്. ആ വിവരങ്ങൾ അന്ന് എനിക്ക് കിട്ടുമായിരുന്നു, കളക്ട് ചെയ്യും. ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി അങ്ങ് 7 താഴിട്ട് പൂട്ടി അങ്ങയുടെ അലമാരിൽ 7 താഴിട്ട് പൂട്ടിയാലും എൻ്റെ കയ്യിൽ അത് മുഴുവൻ രേഖകൾ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് എല്ലാ രേഖകളും ഒരു കാര്യം ഞാൻ പറയാം, ഒരാരോപണവും രേഖകളുടെ പിൻബലമില്ലാതെ ഞാൻ ഉന്നയിച്ചിട്ടില്ല. വിത്ത് പ്രൂഫ്, വിത്ത് എവിഡൻസ് മാത്രമേ ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് മാത്രം ഗവൺമെൻറ് വന്നില്ല. കാരണം പിന്നെ കോവിഡിന് ഗവൺമെൻറ് നൽകിയ ആനുകൂല്യങ്ങൾ, കിറ്റ്, ഇങ്ങനെ പിന്നെ ജനങ്ങളെ കാണാൻ കഴിയാത്ത അവസ്ഥ, സമരങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അന്ന് ഞാൻ യാത്ര നടത്തിയായിരുന്നു. പക്ഷേ എന്നോട് പലരും പറഞ്ഞു യാത്രയൊന്നും ചെയ്യരുത്, കോവിഡ് പിടിച്ച് കുഴപ്പമാകും. പക്ഷേ എൻ്റെ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കടമയാണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ് ഇലക്ഷന് മുമ്പ് യാത്ര നടത്തി. വിജയകരമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ജനങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ഫീലിംഗ് ഉണ്ടാക്കി. കോവിഡ് മാനേജ്മെൻറ്റിൽ വലിയ തകരാറുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നത്. കഷ്ടപ്പാട്, ദുരിതം, ശമ്പളം കിട്ടാത്ത അവസ്ഥ, പട്ടിണി. ആ സമയത്ത് ഒരുത്തൻ്റെ കയ്യിൽ കിറ്റ് കിട്ടിയപ്പോൾ അവൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതെന്ന് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. ഇപ്പോൾ പലരും എന്നോട് സാറേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അന്നീ ഗവൺമെൻറ് വീണ്ടും വന്നത് ഞങ്ങൾക്ക് വലിയ അപകടമായിപ്പോയി എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്.